കേരളം ചുട്ടുപൊള്ളുകയാണ്. അതിനൊപ്പം നമ്മളെ കാത്തിരിക്കുന്ന ചില ദുരന്തങ്ങളുമുണ്ടെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് ക്രമാതീതമായി ഉയരുന്ന ചൂടിൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുന്നറിയിപ്പ് കൊടുത്തത്. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ വളരെ ഗൗരവമായി തന്നെ കാണണം. പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. ഇനി നമ്മളെ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപകടമാണ് കടുത്ത ചൂടിൽ ഇഴജന്തുക്കൾ ജനവാസ മേഖലകളിലേക്കും തണുപ്പ് തേടി പാർപ്പിടങ്ങൾക്കകത്തേക്കും എത്താനുള്ളൊരു സാധ്യത. വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. തൃശൂർ കോടാലിയിൽ ഉറക്കത്തിനിടെ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ ദാരുണമായി മരണപ്പെട്ട സംഭവം തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം തിരുവനന്തപുരത്ത് കിളിമാനൂരിലും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്യുഷ്ണം അപ്രതീക്ഷിതമായ പല ദുരന്തങ്ങളിലേക്കും നയിക്കുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു അനുഭവം കൂടിയാണിത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഇതിനെ നോക്കിക്കാണുക. സംസ്ഥാനത്ത് ചൂട് കടുത്തതോടെ ഈർപ്പം തേടിയാണ് വീടുകൾക്കുള്ളിലേക്കും പരിസരത്തേക്കും പാമ്പുകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണമെന്നാണ് വന്യജീവി സംരക്ഷകർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശീതരക്തജീവികളായിട്ടുള്ള പാമ്പുകൾ ചൂട് കൂടുമ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലെത്തും. വീട്ടുവളപ്പിലെ ചെടിച്ചട്ടികൾ, കുളിമുറികൾ, തറയോടുകൾക്കിടയിലെ വിള്ളലുകൾ, നനവുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ താമസ സ്ഥലമാക്കും. വാതിലുകളുടെയും ജനലുകളുടെയും അടിയിലെ വിള്ളലുകൾ വഴിയും പൈപ്പ് ലൈനുകൾ വഴിയും ഒക്കെ പാമ്പ് അകത്ത് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവ അടച്ചെന്ന് ഉറപ്പാക്കുക. പുറത്ത് നിർബന്ധമായും പാദരക്ഷകൾ ഉപയോഗിക്കുക. രാത്രി സഞ്ചരിക്കുമ്പോൾ ഉറപ്പായും വെളിച്ചം കരുതുക. വീടിനുള്ളിലോ പുറത്തോ പാമ്പിനെ കണ്ടാൽ ഉടൻ തന്നെ സ്നേക്ക് റെസ്ക്യൂർമാരെയോ വനം വകുപ്പിലോ ബന്ധപ്പെടുക. ചൂടിൽ നിന്നും രക്ഷ നേടാൻ ജലാശയങ്ങളിലും പുഴകളിലും കുട്ടികൾ കുളിക്കാൻ പോകാറുണ്ട്. ജാഗ്രത പാലിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഈ കഠിനമായ വേനൽക്കാലത്തെ സുരക്ഷിതമായി തന്നെ നമുക്ക് മറികടക്കാം. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.